ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ജെനറ്റിക്സ് ഓഫ് ലൈഫ് അഥവാ ജീവന്റെ ജനിതകം എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് സെറ്റ് ഓഫ് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ഒരാളാണ് ആര്? നമ്മുടെ DNA എന്ന് പറയുന്നത്. ആരാണ്? DNA. അപ്പൊ ഈ പേരൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ടെൻഷനൊക്കെ ആവും. പേടിക്കൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ DNA എന്ന് പറഞ്ഞാൽ എന്താടാ? DNA ആണ് നിങ്ങളുടെ സ്വഭാവം. അത്ര ഓർത്താൽ മതി. DNA എന്താണ്? നിങ്ങളുടെ ക്യാരക്ടർ. ഓക്കെ, അപ്പൊ ഇതാ DNA ഇങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യനാണല്ലേ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചർ ആണല്ലേ DNA ഒക്കെ അല്ലേ. നിങ്ങൾ കണ്ടിട്ടില്ല ഇങ്ങനെ രണ്ട് റിബൺ ഇങ്ങനെ കോയിൽ ചെയ്ത് പോലെ ഇരിക്കുന്ന ഡബിൾ ഹെലിക്സ് ആയിട്ടുള്ള രണ്ട് പേര് രണ്ട് വഴിക്കാണ്. ഇപ്പൊ ചേട്ടനനിയന്മാര്, ഒരാള് എന്താ ഇങ്ങനെ ഓടി എവിടെ പോയി ഇങ്ങനെ ഓടി ഈ വഴിക്കാണ് പോണെങ്കിൽ ചേട്ടൻ നേരെ തിരിച്ച 5' to 3' ഡയറക്ഷനിൽ ചേട്ടനോടും. ഒന്നിനിങ്ങോട്ട് വിളിച്ചാൽ ഒന്നിന് അങ്ങോട്ട് പോകും അല്ലെ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് DNAയുടെ കേസും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. DNA എന്ന് പറഞ്ഞ ഡബിൾ ഹെലിക്സ് ആയിട്ടുള്ള ലാഡർ ലൈക്ക് സ്ട്രക്ചർ ആണ്. ഓക്കെ, ക്ലിയർ? എന്തോ ഒരു രണ്ട് കയറ് പോലെ സാധനങ്ങൾ ഇങ്ങനെ പിണഞ്ഞിരിക്കുന്നു, ഇത്ര ഓർത്താൽ മതി. ഓക്കെ, ഇതാണ് എന്ത്? DNA എന്ന് പറയുന്നത്. ഇനി എന്താണ് DNA? DNA എന്ന് പറഞ്ഞ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, അപ്പൊ എന്തോ ഒരു ആസിഡ് കണ്ടന്റ് ആണ് ഇതിനുള്ളത്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, ദാറ്റ് ഈസ് ആര്? DNA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? അടുത്തൊരാള് നമ്മൾ പഠിക്കുന്നുണ്ട്, പേടിക്കണ്ട. നമുക്ക് ആദ്യം DNA എന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, അപ്പൊ അതാ നോക്കിക്കേ. DNA എന്ന് പറഞ്ഞാൽ ഡബിൾ ഹെലിക്സ് ആയിട്ടുള്ള ഒരു മോഡലാണ്. എങ്ങനെയാണ്? ഇരട്ട ഹെലിക്സ് മാതൃകയിലാണ് ആര് കാണുന്നത്? നമ്മുടെ DNA ചേട്ടൻ കാണുന്ന ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ്. DNA ഈസ് ആക്ച്വലി എ പോളിമർ ഓഫ് ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്. എന്താണ്? കുറേ എന്താണ് പോളിമർ എന്ന് വെച്ചാൽ എന്താ? ഒന്നിലധികം അല്ലെ. പോളിഗൺ എന്താണ്? പോളിഗൺ എന്താ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. പോളിഗൺ എന്താ? ക്ലോസ്ഡ് സ്ട്രക്ചേഴ്സുകളെയാണ് അല്ലെ, ഫിഗേഴ്സുകളെയാണ്. ഇപ്പൊ ഈ പറയുന്ന ആളൊരു പോളിഗൺ അല്ലേ? ആണല്ലോ. അതെ, സ്ക്വയർ ഒരു പോളിഗൺ അല്ലേ? അപ്പൊ പോളിഗൺ എന്ന് വെച്ചാൽ എന്താ? ഒന്നിൽ കൂടുതൽ ആൾക്കാർ ചേർന്നിട്ടുണ്ടാവുന്ന, ഒന്നിൽ കൂടുതൽ സൈഡ്സുകൾ ജോയിൻ ചെയ്യുമ്പോഴല്ലേ പോളിഗൺ ഉണ്ടാവുന്നത്. പോളി ഒന്നിൽ കൂടുതൽ. അതുപോലെ തന്നെ DNA എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സുകൾ വെച്ചുണ്ടാക്കിയിരിക്കുന്നവയാണ്. ഓക്കെ, ആൻഡ് ഈ ഓരോ ന്യൂക്ലിയോടൈഡ്സിനും എന്തുണ്ടെന്ന് അറിയോ? ഷുഗർ ഉണ്ട്. ഓക്കെ, ഷുഗർ ഉണ്ട്. ദെൻ ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂളും ഏതെങ്കിലും ഒരു നൈട്രജൻ ബേസും ആർക്കുണ്ടാവും? DNAയുടെ സ്ട്രക്ചറിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ദ ഫസ്റ്റ് വൺ, ഇറ്റ്സ് എ ഷുഗർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഒരു പഞ്ചസാര ഉണ്ടാവും അവരുടെ ബോഡിയിൽ. പിന്നെ എന്താണ്? ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഉണ്ടാവും. ഫോസ്ഫേറ്റ് മോളിക്യൂൾ ആൻഡ് there will be a നൈട്രജൻ ബേസ്. ഈ ഏതെങ്കിലും എന്ന് ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ, നൈട്രജൻ ബേസ് പൊതുവെ 4 എണ്ണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അഡിനിൻ, തൈമിൻ, ഗുവാനിൻ ആൻഡ് സൈറ്റോസിൻ. ATGC. അഡിനിൻ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിൻ. ഓക്കെ, അപ്പോ ഇങ്ങനെ 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂക്ലിയോടൈഡ്സുകളാണ് നമുക്ക് എവിടെയുള്ളത്? DNAയുടെ സ്ട്രക്ചറിലുള്ളത്. അപ്പൊ മക്കൾ നോക്കിക്കേ, DNA നമുക്ക് സിമ്പിൾ ആയിട്ട് വരയ്ക്കാനാണെങ്കിൽ ഇതോ ഇങ്ങനെ വരച്ചല്ലേ. നമ്മള് എങ്ങനെ വരച്ചേ? ഇങ്ങനെ പിണഞ്ഞു കിടക്കുന്ന ഒരു സാധനമാണ് നമ്മൾ DNA എന്നും പറഞ്ഞ് വരച്ചേ. ഈ DNA എങ്ങനെയാണ് ഇങ്ങനെ ആവണമെന്ന് നമുക്ക് അറിയണം അല്ലേ? അറിയണ്ടേ? അറിയിക്കാം. ഓക്കെ, DNA സംബന്ധിച്ച് നമ്മൾ പറഞ്ഞല്ലേ, ഒരു ഷുഗർ മോളിക്യൂൾ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആരുണ്ട്? ഒരു ഫോസ്ഫേറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ഫോസ്ഫേറ്റിന്റെ കൂടെ ഇങ്ങനെയൊരു ഒരു മിനിറ്റ്. ഈ ഫോസ്ഫേറ്റിന്റെ കൂടെ ജോയിന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണ് ആര്? നമ്മുടെ ഷുഗർ മോളിക്യൂൾ എന്ന് വിളിക്കുന്നത്. ഈ ഷുഗർ മോളിക്യൂളിന്റെ കൂടെ ആയിരിക്കും നമ്മുടെ ന്യൂക്ലിയോടൈഡ് അല്ലെങ്കിൽ നൈട്രജൻ ബേസ് ഉള്ളത്. ആരുള്ളത്? നൈട്രജൻ ബേസ് ഉള്ളത്. അപ്പോ ഈ പറയുന്ന ചേട്ടൻ ഈ ഒരു സൈഡിൽ ഇരിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ഫോസ്ഫേറ്റ്, പിന്നെ എന്താണ്? ഒരു ഷുഗർ മോളിക്യൂൾ ഉണ്ട്. ഷുഗർ മോളിക്യൂളിന്റെ കൂടെ ഇപ്പുറത്ത് ആരുണ്ട്? ഒരു നൈട്രജൻ ബേസ് ഉണ്ട്. ഇതിന്റെ തന്നെ മിറർ ഇമേജ് ഇപ്പുറത്തും ഉണ്ട്. അങ്ങനെയാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? ഒരു DNAയുടെ സ്ട്രക്ചർ മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ ദാ നോക്കിക്കേ, ഇങ്ങനെ കുറേ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ന്യൂക്ലിയോടൈഡുകൾ ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? DNA ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി ഈ
പറയുന്ന സ്ട്രക്ചർ പ്രൊപ്പോസ് ചെയ്ത 2 വ്യക്തികളാണ് ആര്? ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും. അവരുടെ 2 പേരുടെയും കൂടി ഒരുമിച്ചിട്ട പേരാണ് വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ ഓഫ് ഡബിൾ ഹെലിക്സ് DNA. അവർ ഏത് വർഷമാണ് അത് പ്രൊപ്പോസ് ചെയ്തത്? 1953. ഏതാണ്? 1953 അവരെന്ത് ചെയ്തത്? ഈ പറയുന്ന വാട്സൺ ക്രിക്ക് മോഡല് അധികം നാളൊന്നും ആയിട്ടില്ല അല്ലേ പ്രൊപ്പോസ് ചെയ്തത്. ആൻഡ് ഇവരെ സംബന്ധിച്ച് ഇവര് പറഞ്ഞ കാര്യം എന്താണ്? 2 പോളിഫോസ്ഫേറ്റ് ബോൺസുകൾ ഇങ്ങനെ എന്താ ട്വിസ്റ്റഡ് ആക്കി വിട്ടിരിക്കുകയാണ്. ട്വിസ്റ്റഡ് ആയിട്ട് കിടക്കുന്നത് പോലെയാണ് ആര് നിൽക്കുന്നത്? നമ്മുടെ DNA സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂക്ലിയോടൈഡ്സുകളില്ലേ, അഡിനിൻ, ഗുവാനിൻ, സൈറ്റോസിൻ, തൈമിനൊക്കെ, അതില് നമ്മുടെ അഡെനിൻ ചേട്ടൻ, ഓക്കെ, അഡെനിൻ എപ്പോഴും നമ്മളുടെ തൈമിനായിട്ടേ കൂട്ടുകൂടത്തുള്ളൂ. അഡെനിൻ എപ്പോഴും തൈമിനായിട്ടേ കൂടുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർത്ത് വെക്കാൻ ആസ് എ കോഡായിട്ട് ടൈം എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? at 5 PM, at 3 PM എന്നൊക്കെ അല്ലേ എഴുതുന്നത്. അപ്പൊ അത് ഓർത്താ മതി. അഡിനിന്റെ കൂടെ എപ്പോഴും ആരെ കോംപ്ലിമെന്ററി ആയി നിൽക്കത്തുള്ളൂ? തൈമിൻ. ഓക്കെ, ഇനി ഗുവാനിന്റെ കേസിലാണെങ്കിലോ അപ്പോ സൈറ്റോസിൻ. ഓക്കെ, സോ ദേ ഷോയിങ് എ കോംപ്ലിമെന്ററി പെയറിംഗ്. അവരൊരു കോംപ്ലിമെന്ററി പെയറിംഗ് ആണ് കാണിക്കുന്നത്. 1953 വാട്സൺ ആൻഡ് ക്രിക്ക് പ്രസിദ്ധീകരിച്ച സ്ട്രക്ചർ ആണ് ഇത്. ഇരട്ട ഹെലിക്കൽ DNA സ്ട്രക്ചർ അല്ലെങ്കിൽ മാതൃക. അവിടെ 2 പോളിയോ ന്യൂക്ലിയോടൈഡ് ശൃംഖലകൾ ചേർത്തിട്ടാണ് ആരുണ്ടാക്കിയിരിക്കുന്നത്? DNA ഉണ്ടാക്കിയിരിക്കുന്നത്. സോറി. ഓക്കെ, ഇനി അവരുടെ പുറത്ത് പഞ്ചസാര ഫോസ്ഫേറ്റ് മോളിക്യൂൾസുകളും അറ്റാച്ച് ചെയ്ത് ബാക്ക് ബോൺ ആയിട്ട് ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ ഉണ്ട്. കൂടെ ആരുണ്ട്? 4 ഡിഫറെന്റ് ന്യൂക്ലിയോടൈഡ്സുകൾ ഉണ്ട്. അവരുടെ കോംപ്ലിമെന്ററി പെയർ നമ്മുടെ പുരക ജോഡികളാണ് അവയായിട്ട് ചേർത്ത് വെക്കുക. അഡിനിൻ എപ്പോഴും തൈമിനായിട്ടും ഗുവാനിൻ എപ്പോഴും സൈറ്റോസിനായിട്ടേ എന്ത് ചെയ്യത്തുള്ളൂ? കോംപ്ലിമെന്ററി ബേസ് പെയറിങ് കാണിക്കത്തുള്ളൂ. ഓക്കെ, ഇനി ഈ DNA കഴിഞ്ഞ് നമ്മൾ ഇനി പഠിക്കാനുള്ള അടുത്ത ടേം ആണ് നമ്മുടെ ക്രോമസോം. എന്നതാണ് മക്കളെ ക്രോമസോം എന്ന് പറയുന്നത്? ക്രോമസോമിന്റെ സ്ട്രക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? കണ്ടിട്ടുണ്ട്. ക്രോമസോം ഇങ്ങനെ ഇരിക്കാം. ആദ്യം ഒരു വട്ടം അവരുടെ പ്രൈമറി സ്ട്രക്ചർ ആണ്. അവരുടെ പ്രാഥമികമായിട്ട് അവരുടെ ഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട ആളാണ് ആര്? ഈ വരച്ചിരിക്കുന്ന സെൻട്രോസോം. ഓക്കെ, ആരാണ്? സോറി, സെൻട്രോമിയർ. ഓക്കെ, സെൻട്രോമിയർ കേട്ടോ, സെൻട്രോമിയർ. ഓക്കെ, ഈ സെൻട്രോമിയറിൽ നിന്നും ഇങ്ങനെ നീളത്തില് 2 ആംസ് പോലെ അല്ലെങ്കിൽ തുമ്പികളുടെയൊക്കെ ചിറക് പോലെ ഇരിക്കുന്ന സിസ്റ്റർ ക്രോമാറ്റിഡ്സുകൾ ഉണ്ട്. ഈ 2 ആൾക്കാർ ചേരുമ്പോഴാണ് ആരുണ്ടാവുന്നത്? ക്രോമസോം ഉണ്ടാകുന്നത്. ഓക്കെ, സോ ഇതാണ് ഇവരുടെ സ്ട്രക്ചർ. സോ ക്രോമസോം ഈസ് ആക്ച്വലി DNA-യും ഹിസ്റ്റോൺ പ്രോട്ടീൻസുകളും കൂടി ചേർന്നിട്ടാണ് ഈ പറയുന്ന ക്രോമസോം നമുക്ക് കിട്ടുന്നത്. അദ്ദേഹം എന്നിട്ട് എന്ത് ഫോം ചെയ്യും? ന്യൂക്ലിയോസോം ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ക്ലിയർ? അപ്പൊ ക്രോമസോം എന്ന് പറഞ്ഞാൽ എന്താ? ക്രോമസോം എന്ന് പറഞ്ഞാല് നമ്മുടെ DNA-യും അതുപോലെ തന്നെ ഹിസ്റ്റോൺ പ്രോട്ടീൻസുകൾ, അതായത് ഒക്ടാമറി എന്ന് പറയും. അതായത് ഇങ്ങനെ 8 ആൾക്കാർ. ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോ 2 കാണുള്ളൂ അല്ലെ? ഇവിടെ ഒരു ബാക്കി 2 പേര് കൂടി ഉണ്ട്. ഇവരുടെ പുറകിലും അങ്ങനെ 8 സെറ്റ്സ് ഓഫ് പ്രോട്ടീൻസുകൾ ഒരു റിബൺ പോലെ ഇങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ആര്? നമ്മളുടെ ക്രോമസോം എന്ന് വിളിക്കുന്നത്. ഓക്കെ, DNA-നെ ഈ പറയുന്ന ഹിസ്റ്റോൺ മോളിക്യൂൾസ് ആയിട്ട് കവർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രക്ചർ ആണ് ക്രോമസോം എന്ന് പറയുന്നത്. ആൻഡ് ദേ വിൽ ഫോം, എന്ത് ഫോം ചെയ്യും? ന്യൂക്ലിയോസോം. ആരാണ്? ന്യൂക്ലിയോസോം. ആൻഡ് ഇവരുടെ ഉള്ളിലുള്ള ക്രോമാറ്റിൻ ഫൈബേഴ്സ്, ആരാണ്? ക്രോമാറ്റിൻ ഫൈബേഴ്സ്. ഇങ്ങനെ 4 പോലെയാണ് ഇവർ ആദ്യം ഇരിക്കുന്നത്. ഇവരാദ്യമേ മിസ് വരച്ച പോലത്തെ സ്ട്രക്ചർ ഇങ്ങനെയല്ല ഇരിക്കുന്നത്. ഓക്കെ, ആദ്യം ഇവരെങ്ങനെ ഇരിക്കുന്നത്? ഇങ്ങനെ ക്രോമാറ്റിൻ ഫൈബേഴ്സുകളായിട്ടാണ് 4 പോലത്തെ സ്ട്രക്ചേഴ്സുകളാണ്. പിന്നീട് ഇവ കണ്ടൻസേഷനിലൂടെയാണ്, സെൽ ഡിവിഷന്റെ സമയത്ത് കണ്ടൻസേഷനിലൂടെയാണ് ഇവ എന്തായി മാറുന്നത്? ക്രോമസോമായി മാറുന്നത്. അപ്പൊ നോക്കിക്കേ, DNA-യും ഹിസ്റ്റോൺ പ്രോട്ടീൻസുകളും കൂടെ ചേർന്നിട്ട് ഇവ എന്ത് ഫോം ചെയ്യുന്നു? ന്യൂക്ലിയോസോം രൂപം കൊള്ളുന്നു. ആദ്യം ഇവ ക്രോമസോം ആയിട്ടല്ല ഇരിക്കുന്നത്, ക്രോമാറ്റിൻ ഫൈബേഴ്സുകളായിട്ട് ഒരു സെല്ലിന്റെ ഉള്ളില്
ഇങ്ങനെ നാല് പോലത്തെ ഒരു സ്ട്രക്ചർ ആയിട്ടായിരിക്കുന്നത്. പിന്നീട് ഇവ കണ്ടൻസേഷൻ സംഭവിച്ചാണ് ഒരു സെല്ലിന്റെ ഉള്ളിൽ എന്തായി മാറുന്നത്? ക്രോമസോം ആയിട്ട് ഇരിക്കുന്നത്. ക്രോമസോം ഫോമിൽ ഇവ ആയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ക്രോമസോം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഹ്യൂമന്റെ ജീനോം അല്ലെങ്കിൽ ജീനിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോ ക്രോമസോം എന്താന്ന് പഠിച്ചു. ഇനി ഹ്യൂമൻ ക്രോമസോം, അതായത് നമ്മുടെ മനുഷ്യന്മാരുടെ ശരീരത്തില് പലതരത്തിലുള്ള, അതായത് ഇപ്പൊ ഒരു വ്യക്തിനെ എടുത്താൽ അയാളുടെ സെല്ലിന്റെ ഉള്ളില് ഏകദേശം 46 ക്രോമസോംസുകൾ ഉണ്ടാവും. എത്ര ക്രോമസോം ഉണ്ടാവോടാ? 46 ക്രോമസോം വിൽ ബി ദർ. ഓക്കെ, അത് രണ്ട് രീതിയിലുണ്ട്. ആ ക്രോമസോം 2 ടൈപ്സിലുണ്ട്. സൊമാറ്റിക് ക്രോമസോംസുകളും അതുപോലെ തന്നെ സൊമാറ്റിക് ഓർ ഓട്ടോസോംസുകൾ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഓട്ടോസോം ക്രോമസോംസുകളും ആൻഡ് എന്തുണ്ട്? സെക്സ് ക്രോമസോംസുകളും ഒരു മനുഷ്യ ശരീരത്തിന്റെ എവിടെ ഉണ്ടാവും? എവിടെയാ കാണുന്നത്? നമ്മളുടെ ജീനിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ സെല്ലിന്റെ ഉള്ളിൽ ആരുണ്ടാവും? 46 ക്രോമസോം വിൽ ബി ദർ. അതില് 22 പെയേഴ്സ്. ഓക്കെ, 22 പെയേഴ്സ് എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്രയാണ്? 44ഉം ഓട്ടോസോംസുകളായിരിക്കും. അതായത് ഈ ഓട്ടോസോംസുകളാണ് നമ്മളുടെ ശരീരത്തിലെ, അപ്പോ ഓട്ടോസോംസുകൾ എന്താ ചെയ്യുന്നത്? രണ്ട് തരത്തിലുണ്ട്. ഓട്ടോസോംസുകളാണ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ സ്വഭാവത്തിനുള്ള കാരണം. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ പറയല്ലേ, ഓ എന്ത് ദേശീയക്കാരനാണ്, അല്ലെങ്കിൽ പറയും ഓ ഇവനെ കൊണ്ട് തോറ്റു, എന്തിര ഒച്ചപ്പാടും ബഹള, അല്ലെങ്കിൽ പറയും പാവം കൊച്ച് എന്നൊക്കെ പറയല്ലേ. ഈ സ്വഭാവ സവിശേഷത, ഒരു മനുഷ്യന്റെ സ്വഭാവ സവിശേഷതയ്ക്ക് ഏറ്റവും കാരണക്കാരായിരിക്കുന്ന ക്രോമസോംസുകളാണ് ഈ പറയുന്ന 22 പെയേഴ്സ് ഓഫ്, അതായത് 44 ക്രോമസോംസ് ഓഫ് ഓട്ടോസോംസുകൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി ദ ലാസ്റ്റ് 1 പെയർ അല്ലെങ്കിൽ ബാക്കിയുള്ള 2 ക്രോമസോംസുകളായ സെക്സ് ക്രോമസോം ആണ് ആ ഒരു വ്യക്തി ആണാണോ പെണ്ണാണോ, അതായത് സെക്സ് ഡിറ്റർമിനേഷനെ സഹായിക്കുന്ന ക്രോമസോം ആണ് ഇത് സെക്സ് ക്രോമസോം. ഇവ എന്താ ചെയ്യുന്നത്? ആ പറയുന്ന ആള് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സെക്സ് ഡിറ്റർമിനേഷനെ സഹായിക്കുന്ന ക്രോമസോം ആണ് സെക്സ് ക്രോമസോം എന്ന് വിളിക്കുന്നത്. ആൻഡ് ദ ഓട്ടോസോം ക്രോമസോംസ് എന്താ ചെയ്യുന്നത്? ആ വ്യക്തിയുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ബിഹേവിയറിനെ എന്താണ് മനസ്സിലാക്കാൻ സഹായിക്കുന്ന, ബിഹേവിയറിന്റെ അടിസ്ഥാനം ആരാണ്? ക്രോമസോം ആണ്. അപ്പോ ഒരു കുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാള് പൊട്ട സ്വഭാവമാണെങ്കിൽ അയാളുടെ അച്ഛനമ്മേനും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ. കാരണം എന്താ? അവരുടെ ഉള്ളിലുള്ള ജീൻ അല്ലെ, അത് ചിലപ്പോൾ അച്ഛനമ്മയുടെ അടുത്ത് കിട്ടിയതാവാം, കിട്ടാതിരിക്കുന്നതാവാം. അത് വെദർ ഇറ്റ് ഈസ്, അതൊക്കെ അത് മാത്രമല്ല അവരുടെ ലൈഫ് സാഹചര്യങ്ങൾ അനുസരിച്ചും അങ്ങനെ വരാവുന്നതാണ്. അപ്പൊ നോക്കിക്കേ, ഹ്യൂമൻ ക്രോമസോം അഥവാ മനുഷ്യ ക്രോമസോംസുകൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ടോട്ടൽ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ 46 ക്രോമസോംസുകൾ ഉണ്ടാവും. അതിൽ 22 പെയേഴ്സുകൾ എന്താ? ഓട്ടോസോംസുകളാണ്. ആൻഡ് ദ 1 പെയർ വിൽ ബി ദ സെക്സ് ക്രോമസോം. അപ്പൊ മിസ് പറഞ്ഞു സെക്സ് ക്രോമസോമിന്റെ ബേസിലാണ് ആ ഒരു വ്യക്തിയുടെ സെക്സ് ഡിറ്റർമിനേഷൻ നടത്തുന്നത്. ഇഫ് ഹി ഈസ് എ മെയിൽ ഓർ എ ഫീമെയിൽ അല്ലെ, ആ പറയുന്ന ആൾ ഒരു മെയിൽ ആണോ അല്ല പറയുന്ന ഒരു ആള് ഫീമെയിൽ ആണോ എന്ന് അറിയാൻ ആര് വേണം? സെക്സ് ക്രോമസോം വേണം. ഓക്കെ, അപ്പോ മെയിൽ ആണെങ്കിൽ, മെയിലിന്റെ കേസിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്വഭാവ സവിശേഷതയ്ക്ക് കാരണമായ 44 ക്രോമസോം അല്ലെങ്കിൽ 22 പെയർസ് ഓഫ് ക്രോമസോമും അവർക്ക് ഉണ്ടാവുന്നത് XY ക്രോമസോംസുകളായിരിക്കും. എക്സും വൈയും ആയിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. അതേസമയം ഫീമെയിലിന്റെ കേസിലാണെങ്കിൽ ഷീ വിൽ ക്യാരി 44 സ്വഭാവത്തിന് കാരണമായ ക്രോമസോംസും ബാക്കിയുള്ളത് XX ക്രോമസോമും ആയിരിക്കും. 2X അതായത് XX കണ്ടീഷൻ ആയിരിക്കും. അപ്പൊ നോക്കിക്കേ, മൊത്തം 46 ക്രോമസോമുകളാണ് ഒരാളുടെ ശരീരത്തിൽ ഉണ്ടാവുക. അതിൽ 22 ജോഡികൾ ഓട്ടോസോംസുകളും 1 ജോഡി ലിംഗ ക്രോമസോമും ആയിരിക്കും. പുരുഷന്റെ കേസിലാണെങ്കിൽ 44 പ്ലസ് X ഇൻറ്റു XY, സ്ത്രീയുടെ കേസിലാണെങ്കിൽ 44 പ്ലസ് XX കണ്ടീഷനിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി നോക്കിക്കേ എന്താണ് RNA. ഓക്കെ, DNA എന്താന്ന് കണ്ടു. ഇനി നമുക്ക് RNA പറ്റി പഠിക്കാം. DNA എങ്ങനെയായിരുന്നടാ? ഡബിൾ ആയിരുന്നു അല്ലേ? പക്ഷേ RNA വിൽ ബി സിംഗിൾ. RNA എപ്പോഴും ഒറ്റയ്ക്കാണ്. ഓക്കെ, RNA is a സിംഗിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ ആണ്. ആൻഡ് DNA കണ്ട ആൾക്കാർ ആരൊക്കെയായിരുന്നു? അഡിനിൻ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിൻ ആണല്ലോ. പക്ഷേ RNA കേസിലാണെങ്കിൽ ഇറ്റ് ഈസ് ഇവിടത്തെ നമ്മുടെ തൈമിന് പകരം വരുന്നത് ആരായിരിക്കും?
യുറാസിൽ ആയിരിക്കും. അഡിനിൻ, ഗുവാനിൻ, സൈറ്റോസിൻ, യുറാസിൽ. യു ഈസ് ഫോർ ആരാണ്? യുറാസിൽ. ഓക്കെ, യുറാസിൽ. പിന്നെ ഉണ്ടല്ലോ മക്കളെ, ഈ പറയുന്ന നൈട്രജൻ ബോണ്ടിങ് ഇല്ലേ, അതായത് നൈട്രജൻ ബേസ് പെയേഴ്സ്, ഇവ രണ്ട് രീതിയിലാണ്. അതായത് ഇപ്പൊ അഡിനിനും തൈമിനും കൂടെ ബോണ്ട് ചെയ്തിരിക്കുന്ന അവർ ഭയങ്കര കൂട്ടാ. അവരുടെ ബോണ്ടിങ് ഡബിൾ ഹൈഡ്രജൻ ബോണ്ട് ആയിരിക്കും. എന്താണ്? ഡബിൾ ഹൈഡ്രജൻ. അതേസമയം നമ്മുടെ ഗുവാനിനും സൈറ്റോസിനും ആണെങ്കിൽ അവർ കുറച്ചും കൂടെ ട്രിപ്പിൾ സ്ട്രോങ് ആണ്. 3 ഹൈഡ്രജൻ ബോണ്ടിങ് ആയിരിക്കും, ബോണ്ട്സ് ആയിരിക്കും അവരുടെ ഇടയിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കേസ് ആകുമ്പോ എങ്ങനെയാ? അഡിനിനും യുറാസിലും ആയിരിക്കില്ലേ? ഏതിന്റെ കേസിൽ വരുമ്പോഴാ? RNA. അപ്പോ ഡബിൾ, സോറി യു. ഓക്കെ, സി അല്ല യു. ഗുവാനിനും സൈറ്റോസിനും ആസ് യൂഷ്വൽ ട്രിപ്പിൾ സ്ട്രോങ്, ഭയങ്കര സ്ട്രോങ് ആണ് അവർ. ഓക്കെ, അപ്പോ നമ്മുടെ ഈ RNA ഇല്ലേ, RNAക്ക് പ്രധാനമായിട്ട് 3 ടൈപ്പ് ഉണ്ട്. mRNA, rRNA ആൻഡ് tRNA. ഓക്കെ, അതായത് നമ്മളുടെ ലൈഫിലെ ഫുൾ കാര്യങ്ങളും ഒരു മെസ്സേജ് ആണ്, ഫുൾ ഒരു സീക്രറ്റ്സ് ആണ്. ഓക്കെ, അപ്പോ ഈ സീക്രറ്റ്സുകളുടെ മെസ്സേജസുകൾ ഇരിക്കുന്ന ആളാണ്, സ്ഥലമാണ്, ക്യാരി ചെയ്യുന്ന ആളാണ് mRNA അഥവാ മെസ്സഞ്ചർ RNA. എന്താണ്? മെസ്സഞ്ചർ RNA. ഇനി രണ്ടാമത്തെ ആളെ നോക്കിക്കേ. ഈ മെസ്സേജസുകൾ ഇട്ട് വെക്കാൻ നമുക്കൊരു ചെപ്പ് വേണം. ഓക്കെ, ഇങ്ങനെ ഇരിക്കുന്ന രണ്ടൊരു കുഞ്ഞു ഉണ്ട ചെപ്പുണ്ട്. ആ ചെപ്പാണ് ആര്? റൈബോസോമൽ RNA. ഇറ്റ് ഫോംസ് റൈബോസോം. ആരാണ്? റൈബോസോമൽ RNA. ഓക്കെ, അപ്പോ റൈബോന്യൂക്ലിക് ആസിഡ് ആണ് RNA എന്ന് പറഞ്ഞാൽ. RNA ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ ആണ്. അവയിൽ വരുന്ന നൈട്രജൻ ബേസ് അഡിനിൻ, ഗുവാനിൻ, സൈറ്റോസിൻ ആൻഡ് യുറാസിൽ. ഓക്കെ, അതിലുള്ള ആദ്യത്തെ ആളാണ് നമ്മളുടെ ഫുൾ സീക്രറ്റ്സ് ഒക്കെ എവിടെയാണ്? ആരാ ക്യാരി ചെയ്യുന്നത്? മെസ്സഞ്ചർ RNA. അത് സൂക്ഷിച്ചു വെക്കുന്നത് റൈബോസോമിലാണ്. ആൻഡ് ഒരാളുണ്ട്, അയാളാണ്, അടുത്ത ആളാണ് tRNA അഥവാ ആരായിരിക്കണം? ട്രാൻസ്ഫർ RNA. ഓക്കെ, ട്രാൻസ്ഫർ RNA ആണ് എന്ത് ചെയ്യണത്? ഇറ്റ് ബ്രിങ്സ് ടു ദ അമിനോ ആസിഡിലേക്ക് കൊണ്ടെത്തിക്കാൻ സഹായിക്കുന്ന ആളാണ് ട്രാൻസ്ഫർ RNA. ഏകശൃംഖല ഘടനയാണ് റൈബോന്യൂക്ലിക് ആസിഡിനുള്ളത്. അവയിൽ വരുന്ന ബേസുകളാണ് AGCU. ആൻഡ് mRNA എന്ന് പറയുമ്പോൾ സന്ദേശം കൊണ്ടുപോകുന്നു. rRNA എന്ന് പറയുമ്പോൾ റൈബോസോം നിർമ്മിക്കുന്നു. tRNA എന്ന് പറയുമ്പോൾ അമിനോ ആസിഡ്സ് എത്തിക്കുന്ന ആളാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പറയുന്ന നമ്മളുടെ ലൈഫില് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരാളാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഈ പ്രോട്ടീൻ എങ്ങനെ നമ്മളുടെ ശരീരത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ പ്രോട്ടീൻ സിന്തസിസ് അഥവാ പ്രോട്ടീൻ നിർമ്മാണം. ഓക്കെ, ഇതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ച് സ്റ്റെപ്സുകളുണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തേതാണ് ട്രാൻസ്ലേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. നമ്മളുടെ ശരീരത്തിലുള്ള ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആയിട്ടുള്ള DNA ഒരു മെസ്സേജ് ആയി മാറുന്ന, അതായത് മെസ്സഞ്ചർ RNA ആയി മാറുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രാൻസ്ക്രിപ്ഷൻ. കോപ്പി അടിക്കുന്ന പരിപാടിയാണ് ട്രാൻസ്ക്രിപ്ഷൻ. ഓക്കെ, അതേസമയം രണ്ടാമത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ mRNA ഇങ്ങനെ എഴുതരുത് കേട്ടോ, സ്മോൾ ലെറ്റർ M എഴുതണേ. ഓക്കെ, ഇനി ഈ mRNA പ്രോട്ടീനായി മാറുന്ന പരിപാടിയാണ് എന്ത്? ട്രാൻസ്ലേഷൻ. അപ്പൊ പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറഞ്ഞാൽ DNA-യിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടാവുന്നതാണ് പ്രോട്ടീൻ സിന്തസിസ്. ആദ്യം അതിന് DNA mRNA ആയി മാറണം, mRNA പിന്നീട് പ്രോട്ടീനായി മാറണം. അത് കൊണ്ടുവരാൻ സഹായിക്കുന്ന ആളാണ് ആര്? tRNA അഥവാ ട്രാൻസ്ഫർ RNA എന്ന് നമ്മൾ വിളിക്കുന്നത്. ആൻഡ് ഇവയെ ജോയിൻ ചെയ്യിക്കുന്ന ചെപ്പാണ് ആര്? സൂക്ഷിച്ചു വെക്കുന്ന ചെപ്പാണ് നമ്മളുടെ rRNA അഥവാ റൈബോസോമൽ RNA എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്നതാ? പ്രോട്ടീൻ നിർമ്മാണമാണ്. ട്രാൻസ്ക്രിപ്ഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ട്രാൻസ്ലേഷൻ ആണ് സെക്കൻഡ് സ്റ്റെപ്പ്. ട്രാൻസ്ക്രിപ്ഷനിൽ DNA mRNA ആയി മാറുന്നു. ആ മെസ്സഞ്ചർ RNA പ്രോട്ടീനായി മാറുന്നതാണ് ട്രാൻസ്ലേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. tRNA ആണ് അമിനോ ആസിഡ്സിനെ ഇവയിലേക്ക് കൊണ്ടുവരുന്നത്, ട്രാൻസ്ഫർ ചെയ്യുക. എനിക്കിപ്പോ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് നടക്കണോ അല്ലെ? അതുപോലെ ഇവിടെ നിന്ന് മെസ്സേജ് കോപ്പി അടിച്ച്
അപ്പുറത്തേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന അമിനോ ആസിഡ്സുകൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന ആളാണ് ആര്? tRNA എന്ന് പറയുന്നത്. ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രണ്ട് ചെപ്പ് പോലെ ഇരിക്കുന്ന ആൾക്കാരാണ് ആര്? റൈബോസോം, റൈബോസോമൽ RNA എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളതാണ് നമ്മളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവത്തിൽ കുറെ സിമിലാരിറ്റീസ് ഉണ്ടാവും, കുറെ വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലെ? അപ്പൊ അവയെ പറ്റിയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ചിൽഡ്രൻസ്, അതായത് കുട്ടികളിൽ ഒരു ട്രേറ്റ്, സ്വഭാവങ്ങൾ പാരൻസിൽ നിന്നും കിട്ടണം അല്ലേ? അപ്പനമ്മമാരിൽ നിന്നാണല്ലോ സ്വഭാവങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നത്. അത് അപ്പനമ്മമാരുടെ സ്വഭാവം തന്നെ ആവണമെന്നില്ല. മേ ബി അപ്പൂപ്പനമ്മൂമ്മയുടെ ആവാം, അച്ചാച്ചൻ അച്ചാമ്മ, ലൈക്ക് പിന്നെ ഉപ്പുപ്പ ഉമ്മുമ്മ, അങ്ങനെ ആരുടെ അടുത്തുനിന്ന് വേണമെങ്കിലും ആകാം. ഓക്കെ, സോ ചിൽഡ്രൻ ഇൻഹെറിറ്റ് ട്രേറ്റ്സ് ഫ്രം ദെയർ പാരൻസ്. അവരുടെ മാതാപിതാക്കളിൽ നിന്നും കിട്ടുന്ന സ്വഭാവ സവിശേഷതകൾ will be in a inherited condition and this will passes of the trait. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന സ്വഭാവത്തിനെ അല്ലെങ്കിൽ സ്വഭാവം ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നതിനെയാണ് ഹെറിഡിറ്ററി അഥവാ പാരമ്പര്യം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഹെറിഡിറ്ററി അഥവാ എവിടെ പോയി നമ്മളുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. ഓക്കെ, വംശപരമ്പരാഗത പാരമ്പര്യമോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ആ ടേം പറയാം. ഓക്കെ, ആൻഡ് ഇവിടുത്തെ സ്വഭാവങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ദേശക്കാരൻ അതല്ലട്ടോ ഉദ്ദേശിക്കുന്നത്. അതിലുപരി നല്ല പൂച്ചക്കണ്ണ് പോലെയുള്ള കണ്ണുകൾ, പൂച്ചക്കണ്ണ് പോലത്തെ സാധനം, അല്ല നല്ല ബ്രൗൺ കളർ മുടി, അല്ലെങ്കിൽ നല്ല ചുരുങ്ങിയിരിക്കുന്ന മുടി, വേവി മുടി, പൊക്കം, പിന്നെ എന്താണ് വണ്ണം, ഇതെല്ലാം സ്കിന്നിന്റെ ടോണ്, കളറ്, ഇവയെല്ലാമാണ് ആക്ച്വലി സ്വഭാവ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദീസ് മറ്റേ ദേഷ്യം ഇമോഷൻസുകളും ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല കേട്ടോ. സോ ദീസ് ട്രേറ്റ്സ് ആർ കൺട്രോൾഡ് ബൈ ആരാണ്? നമ്മുടെ ജീൻ ചേട്ടൻ. ഓക്കെ, ജീൻ ചേട്ടനെ മറന്നുപോയോ? ജീൻ എന്നതാണ് മക്കളെ? ജീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ DNA ഒരു ചെറിയ സീക്വൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജീൻ എന്ന് വിളിക്കുന്നത്. ജീൻ ഈസ് ദ സ്മോൾ സീക്വൻസ് ഓഫ് എ DNA ഒരു ചെറിയ പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജീൻ എന്ന് വിളിക്കുന്നത്. ഈ ജീനിലാണ് ആരിയ്ക്കുന്നത്? നമ്മളുടെ സ്വഭാവങ്ങൾ, ക്യാരക്ടേഴ്സുകൾ ഇരിക്കുന്നത്. ആൻഡ് ദ ജീൻ വിൽ പാസ്ഡ് ഫ്രം ദ പാരൻസ് ടു ദി ഓഫ്സ്പ്രിങ്. പോകുന്നുണ്ടല്ലോ. അങ്ങനെ പോകുന്നതിന്റെ ഭാഗമായിട്ട് റീപ്രൊഡക്ഷനിലൂടെ അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ കുറച്ച് സ്വഭാവ സവിശേഷതകൾ മക്കളിലേക്ക് എത്തുന്നു. ക്ലിയർ? സോ ഇതാണ് പാരമ്പര്യം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്, സിമിലാരിറ്റീസുകൾ. ഇനി ഇതേ സാധനം തന്നെ ഡിഫറൻസ് വരുന്നതിനെയാണ് നമ്മൾ വേരിയേഷൻസുകൾ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ നമ്മള് പെട്ടെന്ന് നമ്മുടെ അച്ഛനമ്മയ്ക്കോ എന്ന് വരാതിരിക്കട്ടെ, ആർക്കെങ്കിലും പെട്ടെന്ന് നെഞ്ചുവേന കാര്യങ്ങൾ വരുമ്പോൾ ഡോക്ടർ പറയും അല്ലേ, ചെറിയൊരു വേരിയേഷൻ ഉണ്ട് അല്ലേ, ECG ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. ECG കണ്ടിട്ടില്ലേ നിങ്ങൾ? ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അയ്യോ ഇങ്ങനെ ഇരിക്കുന്ന സാധനം ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം. അപ്പോൾ വേരിയേഷൻ ഉണ്ടെന്ന് പറയും. അപ്പോൾ ഈ പറയുന്ന കുട്ടികളിൽ അച്ഛനമ്മമാരിൽ നിന്ന് സ്വഭാവത്തിന്റെ വ്യത്യാസത്തിനെയാണ് നമ്മൾ വേരിയേഷൻ എന്ന് വിളിക്കുന്നത്. ചിൽഡ്രൻസ് ആർ നോട്ട് എക്സാക്ട്ലി ഐഡന്റിക്കൽ ടു ദെയർ പാരൻസ് അല്ലേ? അച്ഛനമ്മമാരെ പോലെ തന്നെ ആവണമെന്നുണ്ടോ മക്കള്? ഇപ്പൊ അച്ഛക്ക് നല്ല ഹൈറ്റ് ഉണ്ട്, അമ്മക്ക് നല്ല ഹൈറ്റ് ഉണ്ട്, പക്ഷെ കുഞ്ഞിന് ചിലപ്പോൾ ഹൈറ്റ് കുറവായിരിക്കും. അതൊരു പ്രശ്നമാണോ? ചിലപ്പോൾ അങ്ങനെയും വരാം അല്ലേ? അത് ചിലപ്പോ ഞാൻ പറഞ്ഞില്ലേ, അച്ഛനമ്മമാരുടെ തന്നെയാണെന്നില്ല, അപ്പൂപ്പന്റെയോ അമ്മൂമ്മന്റെയോ ഒക്കെ ചെയ്യും കിട്ടാം നമുക്ക്. ഓക്കെ, സോ അവരൊരിക്കലും എക്സാക്ട് അച്ഛനമ്മമാരുടെ കോപ്പികളായിരിക്കത്തില്ല. സോ ദ ഡിഫറൻസ് ഇൻ ട്രേറ്റ്സ് ആർ നോൺ ആസ് വേരിയേഷൻ. എന്താണ് ഡിഫറൻസ് ഇൻ ദ ട്രേറ്റ്സ്? സ്വഭാവങ്ങളിലുള്ള മാറ്റത്തിനെയാണ് നമ്മൾ വേരിയേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദ വേരിയേഷൻ മേ ഇൻക്ലൂഡ് ഇൻ ഡിഫറൻസ് ഇൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈറ്റോ കളറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. ഇപ്പൊ ലൈക്ക് നേരത്തെ പറഞ്ഞ പോലെ കണ്ണിൻ്റെ ഇതോ മുടീൻ്റെ ടെക്സ്ചറോ എന്ത് വേണമെങ്കിലോ, ബിഹേവിയർ കണ്ടോ, സ്വഭാവം വേണ്ട. ഓക്കെ, അപ്പോൾ സോ ദ വേരിയേഷൻ occurs due to the difference in the combination of gene. മേ ബി നമ്മളുടെ ഈ പറയുന്ന ക്രോമസോം ഇല്ലേ, ക്രോമസോമില് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്ന ഒരു പരിപാടി നടത്തും. എന്താണ് ക്രോസിംഗ് ഓവർ? അതായത് ഇവരുടെ ഇതിങ്ങോട്ട് അങ്ങോട്ടും, ഇപ്പോൾ ഇതിപ്പോൾ അച്ഛൻ്റെ ജീൻ, അച്ഛൻ്റെ ക്രോമസോം അമ്മയുടെ ക്രോമസോമിന്റെ മിക്സ് ആയിരിക്കുമല്ലോ നമുക്ക് കിട്ടുക. ചിലപ്പോൾ അച്ഛൻ്റെ ദേഷ്യമുള്ള ഈ ഒരു പീസും അമ്മയുടെ എന്താ പറയാ സ്നേഹപ്രകടനമാർന്ന ഒരു സ്വഭാവം കൂടെ ക്ലബ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുമ്പോൾ ദാറ്റ് മീൻസ് യു ആർ എ കലിപ്പനോറെ കലിപ്പത്തി. പക്ഷെ എന്താ, നിങ്ങൾക്ക് ചെറിയൊരു എന്താ പറയാ ഭയങ്കര സ്വീറ്റ് ആണ് നിങ്ങൾ ആക്ച്വലി, പക്ഷെ നിങ്ങൾക്ക് നല്ല ദേഷ്യ സ്വഭാവം ഉണ്ടാവും. ഓക്കെ, ഒരുമാതിരി ഒരു മിക്സഡ് കോംബോ പോലെ. ഓക്കെ, അപ്പോൾ അതാണ് ഈ പറയുന്ന വേരിയേഷൻസും
സിമിലാരിറ്റീസും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദ വേരിയേഷൻ ഒക്കേഴ്സ് ഡ്യൂ ടു ഡിഫറെന്റ് കോമ്പിനേഷൻ ഓഫ് ജീനുകളുടെ വ്യത്യസ്ത കോംബോ കാരണവും എന്ത് വരാം, വേരിയേഷൻസുകൾ വരാം. മക്കൾ മാതാപിതാക്കളെ പോലെ തന്നെ ആകണമെന്നില്ല അല്ലെ. മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായ ഗുണങ്ങൾ മേ ബി എന്താണ് മാറാതിരിക്കാം. ഉയരം, നിറം, സ്വഭാവം ഇവയെല്ലാം ഇതിൽ എന്താണ് ആര് വഴിയാണ് കൺട്രോൾ ആവുന്നത്, ജീൻ വഴിയാണ് അല്ലെ. ആൻഡ് ജീനുകളുടെ വ്യത്യാസം സംയോജമായ കാരണങ്ങളാൽ എന്താവാം, ആ പറയുന്ന ആൾക്കാരിൽ അച്ഛനമ്മമാരിൽ നിന്നും അവര് മാറിയിട്ടുണ്ടാകാം. ഓക്കെ, സോ ഇനി നമ്മളുടെ ശരീരത്തിൽ ജീൻ മിസ് പറഞ്ഞല്ലേ എന്താണ്, DNA ഒരു സെഗ്മെന്റ് ആണ് അല്ലെ. DNA ചെറിയൊരു സെഗ്മെന്റഡ് ഭാഗമാണ്. ഇത്രയും പോർഷനെയാണ് നമ്മൾ ഏതെങ്കിലും ഒരു പോർഷൻ കേട്ടോ, അതിനെയാണ് നമ്മൾ ജീൻ എന്ന് പറയുന്നത്. ജീൻസ് ആർ ദ യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി. പാരമ്പര്യത്തിന്റെ ഘടനയാണ് ആര്, ജീൻ എന്ന് പറയുന്നത്. ജീനുകളുടെ പങ്ക്, ജീനുകൾ എന്ന് പറഞ്ഞാൽ വംശപരാഗണത്തിന്റെ അടിസ്ഥാന ഘടനയാണ് ആര്, ഘടകമാണ് ആര്, ജീൻ എന്ന് പറയുന്നത്. ദേ ക്യാൻ ക്യാരി ദ ഇൻസ്ട്രക്ഷൻസ് ഫോർ ട്രീറ്റ്സ് അല്ലെ. ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ക്യാരി ചെയ്യുന്ന ഒരു ഇൻസ്ട്രക്ടറെ പോലെ. ഓക്കെ, ആൻഡ് ദ ജീൻസ് ആർ ലൊക്കേറ്റഡ് ഓൺ ദ ക്രോമസോം. ജീൻസ് എവിടെ കാണുന്നു, ക്രോമസോമുകളിൽ കാണുന്നു. ജീൻസ് എവിടെ കാണുന്നു, ക്രോമസോമുകളിൽ കാണുന്നു. ക്രോമസോം ആദ്യം എങ്ങനെയാണ് മക്കളെ ഇരുന്നേ, അല്ലെ എങ്ങനെയാ, ക്രോമാറ്റിൻ ഫൈബേഴ്സ് കണ്ടൻസേഷനിലൂടെ ഇങ്ങനെയായി. ഓക്കെ, സോ ദ കോമ്പിനേഷൻ ഓഫ് ജീൻസ് ഫ്രം ബോത്ത് പാരന്റ്സ്, രണ്ട് പാരന്റ്സിൽ നിന്നുമുള്ള കോമ്പിനേഷൻ ആണ് ഒരു കുട്ടീനെ യുണീക്ക് ആക്കുന്നേ. ഇപ്പൊ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതാര്, അച്ഛന്റെ സ്വഭാവം ഇല്ല അമ്മയുടെ സ്വഭാവം, പിന്നെ ഈ ക്വസ്റ്റിന് ഇത് എന്ത് സ്വഭാവം എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാ, ഈ യുണീക്നെസ് വരണകൊണ്ടിട്ടാണ് കേട്ടോ. ഓക്കെ, സോ ഇനി നോക്കിക്കേ സം ഓഫ് ദ ഹിസ്റ്റോറിക്കൽ പാത്ത് ഓഫ് ഡിസ്കവറി ഓഫ് ജീൻസ്. ഓക്കെ, അതായത് ഈ പറയുന്ന കാര്യം കുറച്ച് നമുക്ക് ഇത്തിരി ഒരു ഹിസ്റ്റോറിക്കൽ രീതിയിലേക്ക് കുറച്ച് ഹിസ്റ്ററിയൊക്കെ ചകഞ്ഞ് നമുക്കൊന്ന് പോവാം. ഓക്കെ, സയന്റിസ്റ്റുമാര് നോക്കിയപ്പോൾ പാരന്റ്സിനും കുട്ടികൾക്കും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസും കണ്ടു, അതുപോലെ തന്നെ വ്യത്യാസങ്ങളും കണ്ടു. ഓക്കെ, സോ ഗ്രിഗർ മെന്റൽ ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്ത ഒരു സാധനമാണ് ആര്, പീ പ്ലാന്റ്, ആൻഡ് ഹി ഡിസ്കവർ ദ ലോ ഓഫ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, അദ്ദേഹം നോക്കിയപ്പോൾ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ സിമിലർ ഉണ്ട്, വ്യത്യാസമുണ്ട്. അത് അദ്ദേഹം എന്തിലൂടെ പഠിപ്പിച്ചു തന്നു, അദ്ദേഹം പീ പ്ലാന്റുകളിലൂടെ പഠിപ്പിച്ചു തന്നു. അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് പ്രകാരം ഹി ഷോസ് ദ ട്രേറ്റ്സുകൾ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്രിഡിക്റ്റബിൾ പാറ്റേണിലാണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അച്ഛൻ നല്ല ഹൈറ്റ്, അമ്മക്ക് നല്ല ഹൈറ്റ്, പക്ഷെ അപ്പൊ എല്ലാവരും ഇരിക്കും നല്ല ഹൈറ്റ് ഉള്ള വെച്ച്, പക്ഷെ ആയിരിക്കൂല. ചിലപ്പോൾ അമ്മൂമ്മേന്റെ ഹൈറ്റ് ഇല്ലാത്ത ഡോർഫ് ജീൻ ആയിരിക്കും ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവുക. സോ പൊക്കം കുറഞ്ഞ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആ കുട്ടിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, ഹൈറ്റ് വെച്ച് നോക്കുക, അച്ഛനമ്മ വെച്ച് നോക്കുമ്പോൾ കമ്മിയാണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ. സോ ദ DNA ഓക്കെ, സോ അങ്ങനെ ലേറ്റർ സയന്റിസ്റ്റുമാർ ഡിസ്കവർ ചെയ്തു ക്രോമസോംസുകൾ എവിടെയാണ്, മിസ് നേരത്തെ വരച്ചെന്നായിരുന്നു അല്ലേ, സെല്ലിന്റെ ഉള്ളിലാണ് ക്രോമസോം ഇരിക്കുന്നത്. അത് എത്ര എണ്ണം ഉണ്ട് ഒരു മനുഷ്യന്, 46 ഉണ്ട്. 22 pairs of chromosomes is there ആണല്ലോ, ആയിരിക്കണം, വന്നു. ഓക്കെ, അങ്ങനെ DNA-ലാണ് ജനറ്റിക് മെറ്റീരിയൽ ഇരിക്കുന്നതെന്നും മനസ്സിലായി. ആൻഡ് ദ ജീൻസ് വർ ഫൗണ്ട് ടു ബി എ സെഗ്മെന്റ്സ് ഓഫ് DNA അല്ലെ. DNA-ന്റെ സെഗ്മെന്റ് ആണ് ജീൻ എന്ന് മിസ് കുറെ പ്രാവശ്യം പറഞ്ഞില്ലേ. സോ ഈ പറയുന്ന ജീനാണ് സ്വഭാവത്തിനെ കൺട്രോൾ ചെയ്യുന്നത്, സ്വഭാവത്തിന് കാരണമായിട്ടുള്ള ആള്. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ നമ്മുടെ ഹിസ്റ്ററിയോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പം മക്കൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഓക്കെ, താങ്ക് യു.